തങ്കഅങ്കി ഘോഷയാത്ര അല്പസമയത്തിനുള്ളിൽ സന്നിധാനത്ത് എത്തിച്ചേരും. 18-ാം പടി കയറി സോപാനത്തെത്തുമ്പോൾ മന്ത്രി മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങും. വൈകിട്ട് 6:00-ഓടെയാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. ഇപ്പോൾ ശബരിമലയിൽ നിന്നും സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട്. സുജു, തങ്കഅങ്കി ഘോഷയാത്ര ഏതുവരെ എത്തി? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ഉമ, തങ്കഅങ്കി ഘോഷയാത്രയെ സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ശബരിമല സന്നിധാനം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സന്നിധാനത്താണ്. ആ ദൃശ്യങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും തീർത്ഥാടകരും ദേവസ്വം വകുപ്പിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സന്നിധാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ശരംകുത്തിയിൽ 5:30-ക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ 5:30-ക്ക് ശരംകുത്തിയിൽ വെച്ച് തങ്കഅങ്കി ഘോഷയാത്രയ്ക്ക് സ്വീകരണമൊരുക്കും. അവിടെ നിന്ന് 18-ാം പടി കടന്ന് സോപാനത്തിലേക്ക് എത്തുമ്പോഴാണ് ക്ഷേത്രതന്ത്രിയും അതുപോലെ തന്നെ ചേർന്നുകൊണ്ട് തങ്കഅങ്കി ഏറ്റുവാങ്ങുകയും പിന്നീട് ദീപാരാധന 6:30 കൂടി നടക്കും. ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം തന്നെയാണ് ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചോളം. മണ്ഡലകാലത്ത് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന, അതിനുശേഷം തീർത്ഥാടകരെ കടത്തിവിടുകയും തങ്കഅങ്കി ചാർത്തിയുള്ള അയ്യപ്പനെ കാണുവാനുള്ള ഭാഗ്യം തീർത്ഥാടകർക്ക് ലഭിക്കുന്നതാണ്. അതാണ് ഈ മണ്ഡലകാല തീർത്ഥാടന കാലഘട്ടത്തിലെ സുപ്രധാന ഒരു ഏട് തന്നെയാണ് തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന. നാളെയാണ് മണ്ഡലപൂജ നടക്കുക. നാളെ മണ്ഡലപൂജ 11 മണിക്ക് മുമ്പായി തന്നെ നടക്കുകയും ചെയ്യും. അതിനോടുകൂടി വൈകിട്ട് ഹരിവാസനപ്പാടി രാത്രി 11 മണിയോട് നടയടയ്ക്കും. അങ്ങനെ മണ്ഡലകാല തീർത്ഥാടനത്തിന് ശുഭപര്യവസാനം ആകുകയും ചെയ്യും. പിന്നീട് ഡിസംബർ മാസം 30-നാണ് നട മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് തുറക്കുന്നത്. ഈ സീസണിൽ തന്നെ 33 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനത്തിനായി എത്തിയിരിക്കുന്നത്. ഡിസംബർ 25 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എന്നാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ദേവസ്വം വകുപ്പ് മന്ത്രി സൂചിപ്പിക്കുന്നത്. തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോഴും ശബരിമലയിലെത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തർക്കും സുഖദർശനം ഒരുക്കി കൊടുക്കാൻ സർക്കാരിന് സാധിച്ചു എന്നതാണ്, അല്ലെങ്കിൽ ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടതാണ്. പരാതികളോ പരിഭവങ്ങളോ ഇല്ലാത്തൊരു മണ്ഡലകാലത്തിന് തന്നെയാണ് ഇപ്പോൾ അവസാനമാകുന്നത്. തീർത്ഥാടനമായി അവസാനമാകുന്ന ശരംകുത്തിയിൽ നിന്ന് ഈ തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഈ സന്നിധാനത്തുള്ള ഏവരും തന്നെ. തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. സുജു ടി ബാബു ആണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.